ഹലോ, നിങ്ങളെല്ലാവരും നല്ല ഉറക്കത്തിലല്ലേ? ഞാനിത് റബ്ബർ മരത്തിന് നിർത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ സമയം 4:30 നല്ല തണുപ്പുണ്ട്. പിന്നെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല തണുപ്പാണ് മൊത്തത്തിൽ. കാലാവസ്ഥയൊക്കെ ഒന്നും മാറി, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കുറച്ച് കാലത്തിന് ശേഷം നല്ലൊരു തണുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ കാര്യം വളരെ പരിങ്ങലാണ്. വിലയൊക്കെ ഒരു 180, 182 ഉണ്ട്. 200 കൊണ്ട് എത്തുന്നില്ല. ഇതിന് 3 രൂപയാണ് വെട്ടാൻ കൊടുക്കേണ്ടത്. മുതലാളിക്ക് വെട്ടാൻ കൊടുക്കേണ്ടത് 3 രൂപ. ആ കണക്കിൽ നോക്കുമ്പോൾ ഇത് ഉണക്കിപ്പൊടി നന്നാക്കി എടുത്ത് കൊണ്ടേ കൊടുത്താൽ കിട്ടുന്നത് എന്താ? അയാൾക്കൊന്നും കിട്ടില്ല. മൊത്തത്തിലൊന്ന് അടിച്ചു നോക്കട്ടെ. രാത്രിയായതുകൊണ്ട് അടുത്തൊക്കെ ഒരു വനപ്രദേശം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ വന്ന് ഇറങ്ങിയാലോ. നമുക്കാണെങ്കിൽ നൈറ്റ് ലൈറ്റ് അടിച്ചാലേ കണ്ണ് കാണാം, അവർക്കാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കണ്ണ് കാണും. അവർക്ക് രാത്രിയാണല്ലോ കണ്ണ് കാണാം. മരത്തിനൊക്കെ പാല് കുറവാണ്, ചിലതൊക്കെ പെട്ടെന്ന് മരച്ച് പോകുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല പാലുണ്ടായിരുന്നു, പിന്നെ പാലൊക്കെ കുറഞ്ഞു വരികയാണ്. എന്താണെന്നറിയില്ല. ഇവിടെ മേഖലകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ടാപ്പിംഗ് മേഖലയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി വെളുപ്പാങ്കാലം അധികം സമയമൊന്നുമില്ല നേരം വെളുക്കാൻ. തണുപ്പാവുകൊണ്ടേ ഭയങ്കര മൊത്തത്തിൽ കെട്ടി മറച്ചിട്ടാണ് ടാപ്പിങ്ങിന് വന്നിട്ടുള്ളത്. കണ്ടോ, മരം ഈ കണ്ടീഷനാണ്. 2 സൈഡും വെട്ടിയിറങ്ങിയ മരം കേട്ടോ. രണ്ടാമത്തെ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊക്കെ പാലുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് പാല് കുറവാണ്. മരച്ച് പോകണം മരം പെട്ടെന്ന്, എന്താണെന്നറിയില്ല. മരവിപ്പ് ബാധിക്കുന്നുണ്ട്. പാല് കുറയുന്നത് ആദ്യമൊക്കെ പാലുണ്ടാവും, പിന്നെ പാലുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ പാല് കുറഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു അവസ്ഥ. അത് 105 മരം. ഇനി ഞാൻ ക്യാമറ ഇവിടെ നിന്ന് വെക്കട്ടെ കേട്ടോ. ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. ടാപ്പിങ്ങിൻ്റെ നല്ല അടുത്ത മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോവാണ്. അവിടെ പോയി വിട്ടിട്ട് ഇന്ന് മാർക്കിലേക്ക് മാത്രം നോക്കിയിട്ടുള്ള പരിപാടി. ചുറ്റുഭാഗമൊന്നും ആരും, ഒരു വെട്ടുകാരും ചുറ്റുഭാഗമൊന്നും ശ്രദ്ധിക്കില്ല. അധികം ചുമ്മാ വെറുതെ ഒന്ന് അടിച്ചു നോക്കുന്നല്ലാതെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് കാട് കുറച്ചുണ്ട് ഈ പറമ്പിൽ. 200 മരമുള്ളൂ കേട്ടോ, കുറച്ച് മരം. കാരണം എനിക്കത് കഴിഞ്ഞിട്ട് വേറെ എൻ്റെ ജോലിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോകും. കുറച്ച് മരം ഞാൻ ഇതിന് വെട്ടുന്നുള്ളൂ. സ്വന്തം പരിപാടി തന്നെയാണ്, സ്വന്തമായിട്ടുള്ള റബ്ബർ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് ഞാൻ മറ്റു ജോലിയുണ്ട്, എനിക്ക് തയ്യലിൻ്റെ പരിപാടി ഉണ്ട്, അതിന് പോകണത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഏകദേശം നേരം വെളുത്ത് വരുന്നുണ്ട്, കാണില്ലേ? സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. കരുത്ത് മാറിയിട്ടില്ല. കുറച്ച് നേരം വരെയാണ് നമുക്ക് ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. എന്നാലും മൊത്തത്തിൽ നമുക്ക് നടന്നു പോകാൻ കണ്ണ് കാണുമെങ്കിലും, പക്ഷെ നമുക്ക് ടാപ്പിങ്ങിനൊക്കെ കണ്ടില്ല, കാണുമ്പോൾ നല്ല ലൈറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്യാമറയിൽ കാണുന്ന ആ ലൈറ്റാണ്, ശരിക്കത് ലൈറ്റില്ല. അതുകൊണ്ടാണ് ടോർച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണത്. അല്ലെങ്കിൽ ശരിക്കും മാർക്കിലേക്ക് കാണില്ല. ഇപ്പോൾ സൂര്യനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉദിച്ച് വന്നിട്ടേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു ലൈറ്റാണ് നിങ്ങൾക്ക് കാണുന്നത്. പക്ഷേ ക്യാമറയിലാകുമ്പോൾ കുറച്ചും കൂടി വെളിച്ചം വെച്ച പോലെ തോന്നും. പക്ഷെ മൊത്തത്തിൽ വെളിച്ചമല്ല, അങ്ങനെയാണ് അതിൻ്റെ ക്യാമറയിൽ നമ്മൾ കാണുന്നതിലെ മാറ്റം. ക്യാമറ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ അത് വെളിച്ചം കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും.
നിങ്ങൾ പച്ചപ്പകലെന്താ ഇപ്പോൾ വെളിച്ചിട്ട് കിട്ടുന്നില്ലേ? നട്ടുച്ച നേരം പോലെ ഉള്ളത് കാണുമ്പോൾ. കാരണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അവിടെ ഇങ്ങനെ മേലെ ഭാഗങ്ങളിൽ കാണുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെയാണ് ഫോറസ്റ്റായിട്ട് വരുന്നത്. ക്യാമറ ഇവിടെ നിർത്തിയാൽ നിൽക്കണില്ല. റബ്ബർ മരത്തുമ്പോഴാണ് ഇപ്പോൾ ഞാൻ ഈ ക്യാമറ നിർത്തുന്നത് കേട്ടോ. ചില്ല് വെക്കുന്ന ചിരട്ട വെക്കുന്ന ആ കമ്പിയിൽ വെക്കുകയാണ് ഇപ്പോൾ ഇത്. നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വിഷ്വൽ കണ്ടോ? ആ വിഷ്വലിന് ചെറിയൊരു ക്ലാരിറ്റി കുറവില്ല മാതിരി തോന്നുന്നില്ല. രാത്രിയാണ്, ഞാൻ വേറെ പൊസിഷനിൽ വെച്ചപ്പോൾ അത് നല്ല ക്ലിയർ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ വേറെ ഭാഗത്ത് വെച്ചപ്പോൾ കണ്ടു നിങ്ങൾ കുറച്ച് ഇരുട്ട് പോലെ തോന്നി. അത് ശരിക്കും അതിൻ്റെ ക്യാമറൻ്റെ ഇതിൽ വരുന്ന മാറ്റമാണ്, പൊസിഷനിൽ വരുന്ന മാറ്റം കൊണ്ടാണ് അത് തോന്നുന്നു. കഴിയാനായി ഏകദേശം കുറച്ചുള്ളൂ, അധികമൊന്നുമില്ല. ഇത് ഞാൻ വെട്ടിയെടുക്കുന്ന ടൈമർ എനിക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ വരും കേട്ടോ. ചിലർ കുറച്ച് സ്പീഡപ്പിൻ്റെ ആളുകളാണെങ്കിൽ അത്രയൊന്നും വരില്ല, ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത് എടുക്കാൻ പറ്റും. കണ്ടോ, ഏകദേശം നല്ല വെളിച്ചം വെച്ച് തുടങ്ങി. സൂര്യൻ ഒളിച്ച് വന്നിട്ടുണ്ട് കുറച്ച്, എന്നാൽ ശരിക്കും പൊങ്ങിയിട്ടില്ല. ഇത് തന്നെ തോട്ടത്തിൻ്റെ വേറൊരു ഭാഗം കാണിക്കുന്നത് കേട്ടോ, സൂര്യൻ ഉദിച്ച് വരുന്ന ഭാഗം. അപ്പോൾ അവർക്ക് ശരിക്കും കണ്ണ് കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ലൈറ്റ് ഉപയോഗിക്കാത്തത്. എന്നെ ശരിക്കും കാണുന്നില്ലല്ലോ, പക്ഷെ അവർക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല, കാരണം നല്ല വെളിച്ചമുണ്ട് അവിടെ, അതുകൊണ്ട് ഞാൻ ടോർച്ച് ഉപയോഗിക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നണല്ലേ അല്ലേ. നല്ല വെളിച്ചമായി, വെളിച്ചം വെച്ച് തുടങ്ങി. ആ ഭാഗത്ത് നിന്ന് കേട്ടോ സൂര്യൻ ഉദിച്ച് വരുന്ന ഭാഗമാണത്. ചുമന്നൊരു ലൈറ്റ് ചുവപ്പ് കാണുന്നില്ല അതിലങ്ങനെ, അത് ആ ഭാഗമാണ്. പിന്നെ ഞാൻ അപ്പുറം ഭാഗങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ സൂര്യൻ ഉദിച്ച് വരുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല ഇതിൽ. സൂര്യൻ ഉദിച്ച് വരുന്നത് കാണുന്നത് 7 മണിയാക്കുമ്പോൾ വെട്ട് കഴിയും കേട്ടോ, 9 കഴിയും. 2 മണിക്കൂറിനടുത്ത് വരും ടാപ്പിങ് കഴിയുമ്പോഴേക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ഷീറ്റ് അടിക്കുന്നോടത്ത് വന്നിരുന്ന് കുറച്ച് നേരം ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ കുറച്ച് പയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഞാനതിൽ കയറി വരുന്നത് കാണാമായിരിക്കും, അതിലങ്ങനെ വെട്ടി വരുന്നത്. വേറെ ചെറിയൊരു കുന്നാകൊണ്ട് കുറഞ്ഞൊരു കുന്നും പ്രദേശമാണ്, അതാണ് അങ്ങനെ കുറേ ടൈം എടുക്കുന്നത്. പിന്നെ നമുക്ക് ഓടി നടന്ന് വെട്ടാമെന്ന് പറ്റും, അത്ര ഒരു പ്രാക്ടീസ് ഒന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ചിലരൊക്കെ പെട്ടെന്ന് ടാപ്പ് ചെയ്ത് പോകും, പെട്ടെന്ന് കഴിയും. ചിലരൊക്കെ പെട്ടെന്ന് 700 മരമൊക്കെ വെട്ടുന്ന ആളുകളുണ്ട്, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ടൊക്കെ വെട്ടി ഒഴിവാക്കും. പക്ഷെ അവർക്ക് പാലെടുക്കാൻ വേറെ ആളുണ്ടാവും. ഞാൻ പിന്നെ പാലൊക്കെ എടുത്ത് ഷീറ്റാക്കി വെച്ചതിന് ശേഷം ഉച്ചക്ക് വന്ന് ഷീറ്റ് അടിക്കാറ്. വോയിസ് ഓവർ കൊടുക്കണോണ്ടാട്ടോ അതുപോലെ ഇങ്ങനെ ഇറച്ചി നിർത്തുന്നത്. ഉണ്ടോ, തോട്ടത്തിന് മറ്റേ ഒരു സൈഡാണത്. ഞാൻ അങ്ങോട്ട് ക്യാമറ വെച്ചപ്പോൾ ലൈറ്റിൽ ഈ ലൈറ്റ് അപ്പുറത്തുണ്ടായിരുന്നു നേരത്തെ ഞാൻ വെട്ടുമ്പോൾ. ക്യാമറയുടെ ഒരു പൊസിഷൻ അങ്ങനെയാണ്. ഏകദേശം ടോപ്പിലെത്തിട്ടോ, വെട്ടി ടോപ്പിലായി, ഏകദേശമൊക്കെ കഴിയാനായി. കുറച്ച് ഭാഗം കൂടി ഉള്ളൂ.
ഒരു റബ്ബർ മരത്തിന് 3 രൂപ വെച്ച് ചാർജ് ഉണ്ട്. ഇപ്പോൾ ഈ വർഷം മുതൽ കഴിഞ്ഞ വർഷം മുതൽ 3 രൂപയായിട്ടായിരുന്നു ഞങ്ങളിവിടെയൊക്കെ കേട്ടോ. ടാപ്പിംഗ് ചെയ്യണവർക്കൊക്കെ മെച്ചാണ്. ഒരു 10-12 മണിയാകുമ്പോൾ തന്നെ പരിപാടി കഴിയും. പക്ഷെ ഓണർമാർക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ വലിയ മെച്ചൊന്നും ഉണ്ടാവില്ല. വേറെ വരുമാനങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ മെച്ചം കിട്ടും. എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകും. ഇതിൻ്റെ ഞാനാ നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് കുറച്ച് മേലേക്ക് ഒരു 2 ലൈനും കൂടി കയറിയാൽ പിന്നെ കാടാണല്ലോ അവിടെ, ഫോറസ്റ്റായി. അതിൽ ആനയൊക്കെ വരാറുണ്ട് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ. പക്ഷേ ഇപ്പം പിന്നെ അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. ആനൻ്റെ ശല്യം തന്നെയാണ് കൂടുതൽ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാറ്. ക്യാമറ താഴെ കിടക്കുകയാണ്, എന്നെ പോയി എടുക്കട്ടെ കേട്ടോ. ക്യാമറ താഴെ വെച്ചിട്ടുള്ള പരിപാടി. ഇപ്പം എന്നെ കാണുന്നില്ലാത്ത ഞാൻ അപ്പുറത്ത് പോയി. അതുകൊണ്ട് ഇനി വന്ന് എടുത്തിട്ട് വേണം. അതുപോലെ നിലത്ത് ചാടി. അതുകൊണ്ടാണ് ഇരുട്ടായി കാണുന്നത്. എടുക്കട്ടെ. ഇങ്ങോട്ട് പോയി കാണിച്ചു തരാം. ശരിക്കും കാണുമെന്നറിയില്ല, എന്നാലും ഇതിൻ്റെ ഏറ്റവും സൂര്യൻ ഇപ്പോൾ അങ്ങനെ ഉദിച്ച് ക്ലിയറായി വരുന്നുള്ളൂ. അവിടുന്ന് അവിടെ ഒരു മരമുണ്ട്, അവിടെ ആ ഭാഗത്ത് അവിടെ ഒരു പ്ലാവുണ്ട്. പ്ലാവിൻ്റെ തൊട്ട് ബാക്ക് വശത്ത് ഒരാളെ പറമ്പാണ്. ആ പറമ്പ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റായി. ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പാലൊക്കെ ഒറ്റി വീഴുന്നുണ്ട് കുറേശ്ശെ. തണുപ്പുണ്ട് അവിടെ വന്ന്, കുറച്ച് പാല് കൂടുതലുണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ.